ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSCB എക്സാമേറ്റ്. ഇന്ന് നമ്മൾ കോപ്പറേറ്റീവ് ലോയുടെ ഒരു ഭാഗമായിട്ട് വരുന്ന രജിസ്ട്രേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന ടോപ്പിക്കാണ് ഡീൽ ചെയ്യുന്നത്. ഇതിൻ്റെ സെക്ഷനുകളും ഇതിൻ്റെ റിക്വയർമെൻറ്റ്സും ഒക്കെയാണ് നമ്മൾ ഇതിൽ പറയുന്നത്. സോ നമുക്ക് ക്ലാസ്സുകളിലേക്ക് കിടക്കാം. രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റി ഡീൽ ചെയ്യുന്ന സെക്ഷൻ 6, 7, 8 ആണ്. റൂൾ 3 and 4. ഇനി ഒരു സഹകരണ സംഘം രജിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ആളുകളുടെ എണ്ണം 25 ആണ്. ഈ 25 പേരും വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരിക്കണം. കൈത്തറി സംഘങ്ങൾ ഒഴികെ ചെറുകിട വ്യവസായ സംഘങ്ങളും ഹാൻഡിക്രാഫ്റ്റ് സംഘങ്ങളും രജിസ്റ്റർ ചെയ്യുന്നതിന് 10 പേരുമാണ് വേണ്ടത്. സാധാരണ ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് 25 പേരും കൈത്തറി ഒഴികെയുള്ള ചെറുകിട വ്യവസായ സംഘങ്ങളും ഹാൻഡിക്രാഫ്റ്റ് സംഘങ്ങളും രൂപീകരിക്കുന്നതിന് 10 പേരുമാണ് വേണ്ടത്. രജിസ്ട്രേഷനുള്ള അപേക്ഷ നമ്മൾ രജിസ്ട്രാർക്ക് കൊടുക്കേണ്ടത് ഫോം നമ്പർ 1-ലാണ്. ഫോം നമ്പർ 1-ലാണ് നമ്മൾ രജിസ്ട്രേഷനുള്ള അപേക്ഷ കൊടുക്കുന്നത്. ഈ ഫോം നമ്പറിൽ നമ്പർ 1-ൽ നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ 2 പകർപ്പുകളോടെ ആയിരിക്കണം അത് രജിസ്ട്രാർക്ക് സമർപ്പിക്കേണ്ടത്. അതായത് ആപ്ലിക്കേഷൻ 2 എണ്ണം നമ്മൾ കൊടുക്കേണ്ടി വരും. ഇനി ഈ ആപ്ലിക്കേഷൻ നമ്മൾ സമർപ്പിക്കുമ്പോൾ അതിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സ് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മുടെ സൊസൈറ്റിയുടെ പ്രപ്പോസ്ഡ് ബൈലോ, അതിൻ്റെ 3 കോപ്പി, പ്രപ്പോസ്ഡ് ബൈലോയുടെ 3 കോപ്പി നമുക്ക് വേണം. അതുകൂടാതെ സർട്ടിഫിക്കറ്റ് ഫ്രം ദി ബാങ്ക് സ്റ്റേറ്റിംഗ് ദി ക്രെഡിറ്റ് ബാലൻസ് ഇൻ ഫേവർ ഓഫ് ദി പ്രപ്പോസ്ഡ് സൊസൈറ്റി. ബാങ്കിൽ നിന്നുള്ള നമ്മുടെ ക്രെഡിറ്റ് ബാലൻസ് ഫേവർ ആണ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റും നമുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് എ ലിസ്റ്റ് ഓഫ് പേഴ്സൺ ഇൻ ഡ്യൂപ്ലിക്കേറ്റ്. നമ്മുടെ സൊസൈറ്റിയിലെ 25 ആളുകളുടെ ലിസ്റ്റ്, അതിൻ്റെ 2 കോപ്പി നമ്മൾ എടുക്കണം. അതിൽ തന്നെ നമ്മൾ സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ് അവർ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, എൻട്രൻസ് ഫീ എത്രയാണ് ഈ എല്ലാവരും പേ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ഈ ലിസ്റ്റ് ഓഫ് പേഴ്സൺസിൽ വേണം. ലിസ്റ്റ് ഓഫ് പേഴ്സൺസ് അപ്പോൾ 2 എണ്ണമാണ് വേണ്ടത്. അടുത്തതായി 4-മതായി നമുക്ക് വേണ്ടത് എ സ്കീം ഷോയിങ് ദി ഡീറ്റെയിൽസ് റിഗാർഡിങ് ദി ഇക്കണോമിക് സൗണ്ട്നെസ് ഓഫ് പ്രപ്പോസ്ഡ് സൊസൈറ്റി. പ്രപ്പോസ്ഡ് സൊസൈറ്റിയുടെ ഇക്കണോമിക് സൗണ്ട്നെസ് കാണിക്കുന്നതിനുള്ള ഡോക്യുമെൻറ്റും നമ്മൾ ആപ്ലിക്കേഷൻ്റെ കൂടെ കൊടുക്കേണ്ടതാണ്. 5-മതായിട്ട് ചെല്ലാൻ റെസിപ്റ്റ്, നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഫീ അടച്ചതിൻ്റെ ചെല്ലാൻ റെസിപ്റ്റ് അതിൻ്റെ കൂടെ വയ്ക്കണം. അതുകൂടാതെ 5 രൂപയുടെ ഒരു കോർട്ട് ഫീ സ്റ്റാമ്പും അപേക്ഷയോടൊപ്പം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഈ 6 കാര്യങ്ങൾ കൂടാതെ രജിസ്ട്രാർ എന്തെങ്കിലും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതുകൂടി ഇതിൻ്റെ ഒപ്പം കൊടുക്കണം. ഇത്രയാണ് രജിസ്ട്രേഷൻ്റെ കൂടെ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ആപ്ലിക്കേഷൻ, ഒരു സഹകരണ സംഘം രൂപീകരിക്കാനായിട്ട് നമുക്ക് 25 പേര് വേണം. കൈത്തറി ഒഴികെയുള്ള ബാക്കി ചെറുകിട വ്യവസായ സംഘങ്ങളും ഹാൻഡിക്രാഫ്റ്റും രൂപീകരിക്കുന്നതിന് 10 പേരാണ് നമുക്ക് വേണ്ടത്. നമ്മൾ അപേക്ഷ കൊടുക്കുന്നത് ഫോം നമ്പർ 1-ലാണ്. അപേക്ഷയുടെ 2 കോപ്പിയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതുകൂടാതെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഒന്നാമതായിട്ട് പ്രപ്പോസ്ഡ് ബൈലോയുടെ 3 കോപ്പി, ബാങ്കിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ്, ലിസ്റ്റ് ഓഫ് പേഴ്സൺസിൻ്റെ 2 കോപ്പി, ഇക്കണോമിക് സൗണ്ട്നെസ് കാണിക്കുന്നതിനുള്ള ഡീറ്റെയിൽസ്, നമ്മൾ ആപ്ലിക്കേഷൻ ഫീ അടച്ചതിനുള്ള ചെല്ലാൻ റെസിപ്റ്റ്, കോർട്ട് ഫീ സ്റ്റാമ്പ്, 5 രൂപയുടെ കോർട്ട് ഫീ സ്റ്റാമ്പ്, അതുകൂടാതെ രജിസ്ട്രാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റ്. ഇത്രയുമാണ് ആപ്ലിക്കേഷൻ്റെ സമയത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. ഇനി നമ്മളിത് രജിസ്ട്രാർക്ക് കൊണ്ടുപോയി അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ
രജിസ്ട്രാർ അത് ഫോം നമ്പർ 2-ലാണ് സൂക്ഷിക്കേണ്ടത്. നമ്മൾ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അതിൻ്റെ അപേക്ഷയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും അതിന് നമ്പർ ഇടുകയും ഒക്കെ ചെയ്തിട്ട് അത് ഫോം നമ്പർ 2-ലാണ് സൂക്ഷിക്കേണ്ടത്. ഇങ്ങനെ ഒരു അപേക്ഷ നമ്മൾ കൊടുത്തു എന്നതിന് തെളിവായിട്ട് ഈ രജിസ്ട്രാർ നമ്മുടെ ചീഫ് പ്രൊമോട്ടർക്ക് ഒരു രസീത് നൽകുകയും വേണം. ഇങ്ങനൊരു അപേക്ഷ അവിടെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതിന്, കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിന് നമുക്ക് ലഭിക്കുന്ന ഒരു തെളിവായിട്ട് ഒരു റെസിപ്റ്റ് ചീഫ് പ്രൊമോട്ടർക്ക് രജിസ്ട്രാർ കൊടുക്കും. ലിമിറ്റ് ലയബിലിറ്റിയോട് കൂടിയ സംഘങ്ങൾ മാത്രമേ രജിസ്ട്രാർക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഒരു പുതിയ സൊസൈറ്റി രൂപീകരിക്കുമ്പോൾ രജിസ്ട്രേഷൻ്റെ സംബന്ധമായിട്ടുള്ള ജോലികളെല്ലാം ചെയ്യുന്നത് ചീഫ് പ്രൊമോട്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രൊമോട്ടിംഗ് കമ്മിറ്റി ആയിരിക്കും. ആ കമ്മിറ്റിയുടെ കാലയളവ് 3 മാസമാണ്. 3 മുതൽ 5 വരെ ആളുകൾ ഈ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. അതിനുശേഷം നമ്മൾ അപേക്ഷ കൊടുത്ത് അത് സ്വീകരിച്ച തീയതി മുതൽ 90 ദിവസത്തിനകം ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണം എന്നാണ്. ഇനി രജിസ്ട്രാർക്ക് സംഘത്തിൻ്റെ രജിസ്ട്രേഷൻ നടത്താൻ പറ്റില്ല, അതിനെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ ആ കാരണങ്ങളോട് കൂടിയൊരു റിജക്ഷൻ ലെറ്റർ ചീഫ് പ്രൊമോട്ടറിനെ 7 ദിവസത്തിനകം അറിയിക്കണം. അതായത് 90 ദിവസത്തിനകം അവർക്ക് തീരുമാനം എടുക്കണം എന്നാണ്. അതിനുള്ളിൽ അവർ തീരുമാനം എടുത്തിരിക്കും. ഒന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാമെന്നായിരിക്കും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുമെന്നായിരിക്കും. ഇനി റിജക്റ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ചീഫ് പ്രൊമോട്ടറിനെ 7 ദിവസത്തിനകം അറിയിച്ചിരിക്കണം. ഇനി നമ്മൾ അപേക്ഷ കൊടുത്ത് 90 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് റിജക്ഷൻ ലെറ്റർ കിട്ടാതിരിക്കുകയോ വേറെ അവരുടെ ഭാഗത്തു നിന്ന് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ചീഫ് പ്രൊമോട്ടർക്ക് രജിസ്ട്രാറുടെയോ ഗവൺമെൻറ്റിൻ്റെയോ മുമ്പാകെ അപ്പീൽ സമർപ്പിക്കാം. അത്തരമൊരു അപ്പീൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ 60 ദിവസത്തിനുള്ളിൽ അവരുടെ അപേക്ഷയിന്മേൽ യുക്തമായ തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശം ഈ അപ്പീലിംഗ് അതോറിറ്റിക്ക് നൽകാവുന്നതാണ്. ഇൻ കേസ് രജിസ്ട്രാർ 90 ദിവസത്തിനുള്ളിൽ നമ്മുടെ സംഘം രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഫോം നമ്പർ 3-ൽ ഓഫീസ് സീൽ പതിപ്പിച്ച് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പുറത്തിറക്കേണ്ടതും ഈ സർട്ടിഫിക്കറ്റ് അവർക്ക് സൗജന്യമായി കൊടുക്കേണ്ടതുമാണ്. ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ സംഘത്തിൻ്റെ പേര്, ഡേറ്റ്, രജിസ്ട്രേഷൻ നമ്പർ, ഇങ്ങനെ ഇവ 3 ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ കാണണം. ഫോം നമ്പർ 3-ൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സൊസൈറ്റിക്ക് കൊടുത്തു എന്ന് രജിസ്ട്രാർ ഫോം നമ്പർ 4-ൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇനി നമുക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ്റെ ഫീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സൊസൈറ്റിയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു താലൂക്കിനുള്ളിലാണെങ്കിൽ 2000 രൂപയാണ് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ഫീസ്. ഒരു താലൂക്കിന് മുകളിലും എന്നാൽ ഒരു ഡിസ്ട്രിക്റ്റിന് താഴെയുമാണ് എങ്കിൽ 4000 രൂപയും, ഒരു ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ 5000 രൂപയും, ഒന്നിൽ കൂടുതൽ ഡിസ്ട്രിക്റ്റുകളാണെങ്കിൽ 10000 രൂപയും. ഇങ്ങനെയാണ് രജിസ്ട്രേഷൻ്റെ ഫീസ് വരുന്നത്. ഏരിയ ഓഫ് ഓപ്പറേഷനെ ഡിപ്പെൻഡ് ചെയ്താണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. ഒരു താലൂക്കിനുള്ളിലാണെങ്കിൽ 2000 രൂപയും, താലൂക്കിന് മുകളിലും എന്നാൽ ഡിസ്ട്രിക്റ്റിന് താഴെയുമാണെങ്കിൽ 4000 രൂപയും, ഒരു ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ 5000 രൂപയും, ഒന്നിൽ കൂടുതൽ ഡിസ്ട്രിക്റ്റുകളിലാണെങ്കിൽ 10000 രൂപയുമാണ് രജിസ്ട്രേഷൻ്റെ ഫീസ്. ഇതുകൂടാതെ സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് 100 രൂപയാണ്. സ്കൂൾ കോളേജ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. വിമൻ ആൻഡ് SC/SC സൊസൈറ്റിക്ക് 500 രൂപയുമാണ് രജിസ്ട്രേഷൻ്റെ ഫീസ് വരുന്നത്. ഓക്കെ, ഇത്രയുമാണ് രജിസ്ട്രേഷൻ്റെ ഫീസിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഇനി രജിസ്ട്രിങ് അതോറിറ്റി ഉണ്ട്.
രജിസ്റ്ററിങ് അതോറിറ്റിയും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏരിയ ഓഫ് ഓപ്പറേഷൻ അനുസരിച്ചാണ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഒരു ഡിസ്ട്രിക്റ്റോ അതല്ലെങ്കിൽ മോർ ദാൻ വൺ ഡിസ്ട്രിക്റ്റോ ആണെങ്കിൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരിക്കും സംഘം രജിസ്റ്റർ ചെയ്യുന്നത്. ലെസ് ദാൻ വൺ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ ജോയിൻറ്റ് രജിസ്ട്രാർ ആയിരിക്കും. മോർ ദാൻ വൺ ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ വൺ സ്റ്റേറ്റ് ആണെങ്കിൽ സെൻട്രൽ രജിസ്ട്രാറും ആയിരിക്കും. ഇങ്ങനെയാണ് രജിസ്റ്ററിങ് അതോറിറ്റി വരുന്നത്. അതുകൂടാതെ സംഘം രജിസ്റ്റർ ചെയ്യുന്നത് ആരാണോ അവർക്കായിരിക്കും ബൈലോ അമെൻഡ് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കുന്നത്. സെൻട്രൽ രജിസ്ട്രാർ ആണെങ്കിൽ സെൻട്രൽ രജിസ്ട്രാർക്ക് തന്നെയാണ് ബൈലോ അമെൻഡ് ചെയ്യാനുള്ള അധികാരവും ഉള്ളത്. ഇത്രയുമാണ് നമുക്ക് രജിസ്ട്രേഷനെ പറ്റി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെ ഓരോ ഫോം നമ്പറുകളും ഫീസ്, അതിൻ്റെ അതോറിറ്റി സ്ട്രക്ചർ എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല എക്സാമുകൾക്കും ഒരുപാട് വന്നിട്ടുണ്ട്. സോ എല്ലാവരും ഇത് വളരെ നന്നായിട്ട് പഠിക്കണം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള ക്ലാസ്സുകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.